അറ്റെന്ന് പറയുന്ന സാറിൻ്റെ മൂവി അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ കാണണമെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത ചില ആൾക്കാർ പറയുന്നു. അതിൻ്റെ റീസൺ എന്താണ്? കാരണം നമുക്ക് OTT കണ്ടാൽ പോരെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്തിരുന്ന റെഡ് റാപ്റ്റർ എന്ന് പറഞ്ഞ ഇതിലാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ ഫസ്റ്റ് ഫിലിം ആണ് റെഡ് റാപ്റ്റർ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ 2 years ബാക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. ഇതിൻ്റെ ഗ്രേഡും ഇതിൻ്റെ ഒരു സ്റ്റൈലും എല്ലാം തിയേറ്ററിൽ തന്നെ ഇത് എക്സ്പീരിയൻസ്. പിന്നെ ഇതിൻ്റെ സൗണ്ടിങ്, പിന്നെ ഇതിൻ്റെ VFX പരിപാടികൾ, ഇതെല്ലാം ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും അതൊരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. കാരണം അത് നമ്മളിപ്പോൾ ഒരിക്കലും ആ സാധനം ഇപ്പം ട്രെയിലർ തന്നെ ഈ ഫോണിൽ കണ്ടിട്ട് ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിന് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഈ ഫോണിൽ കണ്ടത് പോലെ അല്ല, വേറെ കുറച്ചുകൂടെ രസമുണ്ടെന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെങ്കിലും കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഇങ്ങനത്തെ പടങ്ങൾ നമ്മൾ വരുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് അല്ലെ പുതിയ ആൾക്കാരുടെ ഒരു ഫിലിം വരുമ്പം നമ്മളിങ്ങനെ മുമ്പേ പറഞ്ഞാൽ മലയാളത്തിൽ എന്തുകൊണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഫിലിംസ് ആൾക്കാർ വന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും അടുത്ത ഒരു എന്താ പറയുന്നത് അപ്കമിങ് ഡയറക്ടേഴ്സിനും ഇങ്ങനത്തെ ഫിലിംസ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ. അപ്പം നമുക്കും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഓഡിയൻസ്. അപ്പോൾ അതിന് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർ ഡിസപ്പോയിൻ്റ് ആവില്ല.